ഹായ്, ബീന മാനുവൽ ഫിസിക്സ് ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലോട്ട് എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം. ഒരിക്കല് പാകിസ്ഥാനി ആക്ടിവിസ്റ്റായ യൂസഫ് മലാല പറഞ്ഞു, വൺ ചൈൽഡ്, വൺ ടീച്ചർ, വൺ ബുക്ക് ആൻഡ് വൺ പെൻ ക്യാൻ ചേഞ്ച് യുവർ വേൾഡ് എന്ന്. അതെ, ആസ് എ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആസ് എ ചൈൽഡ് എന്നുള്ള ഒരു സ്റ്റുഡന്റിനെ അല്ലെങ്കിൽ ഒരു ചൈൽഡിന് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും അവരുടെ സ്വാധീനം കൊണ്ട്. ഒരു ടീച്ചറിന് അവർ പുതിയ തലമുറയെ തന്നെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ തൂലികയ്ക്കും നമ്മുടെ പെന്നിനും. ഇപ്പൊ എന്റെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും സൊസൈറ്റിനെ മൊത്തം മാറ്റിമറിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമ്മളോട് അടുത്ത് നിൽക്കുന്നവരുടെ സ്വഭാവത്തില് അവരെ നേർരീതിയിൽ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. നമ്മള് കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മള് സെക്കൻഡ് ഇയറിന്റെ +2 തലത്തില് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ അകത്തോട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ഹെഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ അകത്ത് പഠിക്കാനുണ്ട്. ഒന്ന്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററില് ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്ത്, ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2ഉം ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസസിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ടേംസിൽ, അത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലാണ് എന്ന് രണ്ടാമത്തെ ടേമിൽ ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലിന്റെ ടേമിലാണ്, അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന്. അപ്പൊ ആ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടേമാണ് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കുവാനുള്ളത്. രണ്ടാമത് നമ്മൾ പഠിക്കുവാനുള്ളത് കപ്പാസിറ്റേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ അകത്തോട്ട് കിടക്കാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ രണ്ട് ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുപ്പിന് ചുറ്റുമുള്ള ചൂടുമൊക്കെ അവിടെയാണ് നമ്മൾ പറഞ്ഞത്. അടുപ്പിന് ചുറ്റും എന്തുണ്ട്? കത്തുന്ന തീക്ക് ചുറ്റും ഒരു ചൂടുണ്ട് എന്ന് പറഞ്ഞ പോലെ എവിടെയാണ് ഒരു ചാർജ് ഇരിക്കുന്നത് ആ ചാർജിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നില്ലാത്ത ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ടേമിൽ നമ്മൾ വിഷ്വൽ എയ്ഡ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ടേംസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ നമുക്ക് ഈ അടുപ്പിന്റെ അടുത്തോട്ട് നമുക്ക് ഫീൽഡുള്ള ഒരു റീജിയനിലോട്ട് വേറൊരു ഒരു സോഴ്സ് ചാർജും ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓൾവേസ് ഓർക്കണം നമുക്ക് എന്തുണ്ട്, രണ്ട് ചാർജുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോഴ്സ് ചാർജ് ഒന്ന്, രണ്ടാമത് ടെസ്റ്റ് ചാർജ്. നമ്മുടെ കൈ എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജാണ്. അപ്പൊ അടുപ്പിന്റെ അടുത്തോട്ട് കൈ കൊണ്ടുവരുമ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ചാർജിന്റെ അടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചാർജാണ്. ആ ചാർജിന്റെ അടുത്തോട്ട് എവിടെയാണ് നമുക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ടേംസിൽ. അപ്പൊ അവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ ചാർജിനെ എടുത്തു കൊണ്ടുവന്ന് ഏതെങ്കിലും നമുക്ക് ഈ ഫീൽഡിൽ എവിടെയെങ്കിലും വെച്ച് കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ രണ്ട് ടെസ്റ്റ് ചാർജും സോഴ്സ് ചാർജും പോസിറ്റീവ് ആണ് എങ്കിൽ അവിടെ എന്തുണ്ടാകും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. ഒന്ന് പോസിറ്റീവും നെഗറ്റീവും ആണ് എങ്കിൽ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ടേംസിലാണ് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ടേംസിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചെന്നാല് നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ വെക്ടർ ക്വാണ്ടിറ്റിക്ക് നമുക്കറിയാം എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം. രണ്ടും ഉണ്ടെങ്കിലേ ഉള്ളൂ അവിടെ ആ ഒരു പഠനം പൂർത്തിയാകത്തുള്ളൂ. അതേസമയം നമ്മള് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്.
അപ്പൊ നമുക്ക് കുറെ കൂടെ സ്റ്റഡി എളുപ്പമുണ്ട്. കാരണം അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉള്ള നോ ഡയറക്ഷൻ എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ ആ ഒരു ഇന്റൻസിറ്റിയുടെ ടേംസിൽ നിന്ന് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ കുറെ കൂടെ ഈസിനെസ് ആയിട്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ടേംസിനെ നമുക്ക് ടേംസിൽ നിന്നുകൊണ്ട് നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പഠിക്കുന്ന തിയറികളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്നും നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ അകത്ത് പല കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരുന്നത്. പല സ്റ്റഡികളും നടത്തി പല സിഗ്നിഫിക്കൻസും അല്ലെങ്കിൽ പല മേഖല, കാരണം ചാർജസിന്റെ മേഖലയും ബോഡി പല ഒബ്ജക്ട്സിന്റെ അട്രാക്ട് ചെയ്യുന്നതിന്റെ കേസസ് അല്ലെ റിപ്പൽ ചെയ്യുന്നതിന്റെ കേസസിലൊക്കെ നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്നത് നമ്മളെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ബേസിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ബേസിലൊക്കെ നിന്നുകൊണ്ടുള്ള സ്റ്റഡികളിലാണ്. അപ്പം നമുക്ക് ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തിന്റെ ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലറും വെക്ടറും തമ്മിലുള്ള വ്യത്യാസം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. വെക്ടർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം. സ്കെയിലർ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സോ ഇനി നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ടേംസിനെ നമ്മൾ വർക്ക് അല്ലെങ്കിൽ എനർജിയുടെ ടേംസ് നമ്മൾ എവിടെയാണ് വർക്കും എനർജിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത്? നമുക്ക് 11ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററിൽ വർക്ക് എനർജി ആൻഡ് പവർ നമ്മൾ സ്റ്റഡി ചെയ്തു. വർക്ക് എനർജി പവറിനെ ആ ഒരു ചാപ്റ്റർ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എനർജിയുടെ ടേംസിൽ നമ്മൾ എന്താ പറഞ്ഞ എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക്. എനർജി ഇസ് ദി കപ്പാസിറ്റി ടു ഡു ദ വർക്ക്. അപ്പം എനർജി എന്ന് പറയുന്നത് എന്താണ്? വർക്ക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ വർക്ക് അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ഇസ് എ കൺസർവേറ്റീവ് ആണ്. കൺസർവേഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നതാണ്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. എനർജി എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ്. വർക്കിലോട്ട് വർക്കിന്റെ ടൈമിലോട്ട് വർക്ക് എനർജി ഈസ് ഈക്വൽ ടു വർക്കാണ്. അതാണ് അവിടെ കൺസർവേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് നമുക്ക് എനർജിനെ അവിടെ നമ്മൾ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെ കേസസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കേസസ് പഠിക്കുന്നു. എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്കാണ്. എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ആണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വേണം. ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. എനർജി എന്ന് പറയുന്നത് തന്നെയാണ്. വർക്ക് കണ്ടുപിടിച്ചാൽ അത് എന്തിന് ഈക്വലാണ്? വർക്കിന് ഈക്വലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് കൈനറ്റിക് എനർജി, മെക്കാനിക്കൽ എനർജീസിന്റെ കേസസ് പറഞ്ഞു. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയുടെയും കേസസ് പറഞ്ഞു. കൈനറ്റിക് എനർജി എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അതിന്റെ ഇക്വേഷൻ തന്നെ ½ ആണ്. വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ഒബ്ജക്റ്റ് മൂവ് തന്നെ അത് സ്വന്തമായിട്ട് അതിന് മൂവ് ചെയ്യാനായിട്ട് ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ വെലോസിറ്റി ആയിട്ട് റിലേറ്റീവ് ആയിട്ടുള്ള ടേംസുകളാണ്. വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ആണ്. സോ കൈനറ്റിക് എനർജി ഇസ് എ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ ½ ആണ്. അതിന്റെ ഇക്വേഷൻ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിളുമായിട്ട് റിലേറ്റഡ് ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന അതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് mgh ആണ്. ഹൈറ്റുമായിട്ട് റിലേറ്റ്, ഹൈറ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ mgh ആണ് എന്ന് പറഞ്ഞു. ബട്ട് നമ്മള് ഇവിടെ രണ്ടാമതൊരു കേസസ് അവിടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഹൂക്സ് ലോയും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൂക്സ് ലോയും ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കേസസ് ഉണ്ട്. എന്താണ്? സ്പ്രിങ്ങിന്റെ കേസസ്. ആ സ്പ്രിങ്ങിന്റെ കേസസിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് പ്രോസസ് ചെയ്തിരിക്കുന്ന എനർജി ഒരു ഒബ്ജക്റ്റിന്റെ കോൺഫിഗറേഷൻ കൊണ്ട് വരുന്ന സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഹൂക്സ് ലോ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യം കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളവിടെ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്, കൈനറ്റിക് എനർജി അല്ല. കൈനറ്റിക് എനർജി ഇസ് റിലേറ്റഡ് വിത്ത് മൂവിംഗ് പാർട്ടിക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. അതേസമയം ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് ഹൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ല, നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റിന്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, പൊസസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ കോൺഫിഗറേഷന്റെ വേരിയേഷൻ കൊണ്ട് നമുക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആണ് എന്ന്.
അപ്പൊ അതുകൊണ്ടാണ് അതിപ്പോ അതിനൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്പ്രിങ് എടുത്തു. ആ സ്പ്രിങ് എടുത്തതിന് ശേഷം ആ സ്പ്രിങ്ങിനെ നമ്മൾ റെസ്റ്റ് കണ്ടീഷനിൽ നിർത്തിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളൊന്നും ചെയ്യുന്നില്ല, സ്പ്രിങ്ങിനെ ചുമ്മാ ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുന്നു. ഇങ്ങനെ വെച്ചിരിക്കുകയാണ് എങ്കിൽ അതിന്റെ അകത്ത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും 0 ഇനി അവിടെ ആ സ്പ്രിങ്ങിനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കംപ്രസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചുരുക്കുന്നു. കംപ്രസ് ഇങ്ങനെ നേരെ ഇരിക്കുന്ന സ്പ്രിങ്ങിനെ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ അമർത്തി. അങ്ങനെ അമർത്തുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? ചുരുങ്ങും, കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ എന്താണ്? ഞാൻ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? ഞാൻ അവിടെ എന്നിലുള്ള ഒരു ഫോഴ്സ് കൊണ്ട് എനിക്ക് എന്റെ ബോഡിയിലുള്ള എനർജി ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് ഈ സ്പ്രിങ് എന്ത് ചെയ്യുന്നത്? കംപ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിനെ വലിച്ചു നീട്ടുന്നുണ്ടെങ്കിലും ഞാൻ അതിന്റെ ഫോഴ്സ് കൊടുത്തിട്ടാണ്. എങ്ങനെ വേണേലും എടുക്കാം. ഓക്കെ, ഇപ്പൊ കംപ്രഷൻ എടുക്കുകയാണ്. കംപ്രഷന്റെ കേസസിൽ ഞാൻ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യിക്കുന്നു. അങ്ങനെ കംപ്രസ് ചെയ്യിക്കുമ്പോൾ അവിടെ എന്താണ്? ഒരു ഫോഴ്സ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ സ്പ്രിങ്ങിന്റെ സാധാരണ പൊസിഷനിൽ നിന്ന് സ്പ്രിങ് ചുരുങ്ങുന്നു. അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നു. സ്പ്രിങ്ങിന് കംപ്രഷൻ വരുന്നത് ഞാൻ എന്റെ കയ്യിലെ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ്. ആ ഫോഴ്സ് കൊടുക്കുമ്പോൾ സ്പ്രിങ്ങിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട്. ആ സ്പ്രിങ്ങിന് ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് അവിടെ എന്ത് നടക്കുന്നുണ്ട്? വർക്ക് നടക്കുന്നുണ്ട്. വർക്കിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ നമ്മൾ കംപ്രഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ സ്പ്രിങ്ങിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ടോ? ഒരു വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ ഒരു ഡിസ്പ്ലേസ്മെന്റ്. ഈ വർക്ക് ചെയ്യുന്നത് എന്തായിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്ന എനർജി ഏതാ? ഒബ്ജക്റ്റുകളിൽ മേൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അല്ലെങ്കിൽ പൊസസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്, കൈനറ്റിക് എനർജി അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റിന്റെ മേലെ സ്റ്റോർ ചെയ്യുന്ന നമ്മളിവിടെ ചെയ്യുന്ന വർക്ക്, ഒരു സ്പ്രിങ്ങിന്റെ മേൽ കൊടുക്കുന്ന വർക്ക് എന്തായിട്ട് അവിടെ സ്റ്റോർ ചെയ്യും? ആ സ്പ്രിങ്ങിന്റെ ഉള്ളില് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, അവിടെ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്ന വർക്ക് എന്തായിട്ട് അവിടെ സ്റ്റോർ ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് ആ സ്പ്രിങ്ങിന്റെ മേൽ സ്റ്റോർ ചെയ്യും. നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ സ്പ്രിങ് ചുരുങ്ങുന്നുണ്ട് എങ്കിൽ അവിടെ എന്താണ്? അതിന്റെ അകത്ത് നമ്മൾ കൊടുക്കുന്ന വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നു. അപ്പം കൈനറ്റിക് എനർജി അവിടെ പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ സ്വന്തമായിട്ടല്ല ഒബ്ജക്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി 0 പക്ഷേ പൊട്ടൻഷ്യൽ സ്പ്രിങ്ങിന്റെ കേസസിലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്, കംപ്രസ് ചെയ്യുന്ന കേസസിലെ പൊട്ടൻഷ്യൽ എനർജി 0 അവിടെ നമുക്ക് എന്തുണ്ട്? നമ്മൾ കൊടുക്കുന്ന എനർജി അവിടെ വർക്ക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിന്റെ മേൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ ആ സ്റ്റോർ ചെയ്യുന്നുള്ളത് കൊണ്ടാണ് ആ സ്പ്രിങ്ങിനെ നമ്മൾ കംപ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ അങ്ങ് വിടുക എന്ന് വിചാരിക്കുക. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അങ്ങ് വിടുന്നു. അങ്ങനെ വിടുമ്പോൾ എന്ത് ചെയ്യും? ഈ സ്പ്രിങ് തെറിച്ച് ഇങ്ങനെ പാഞ്ഞു പോരുന്നത് എന്തുകൊണ്ടാണ്? അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് അത് സ്പ്രിങ് റിലീസ് ആകുന്നത്. അപ്പം ഇവിടെ എന്താ നമ്മൾ കൊടുക്കുന്ന കൺസർവേഷൻ പ്രിൻസിപ്പിൾ, നമ്മൾ പഠിച്ചിരിക്കുന്ന കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്താ? വർക്ക് എന്ന് പറയുന്നത് എന്തിന്റെ ഫോമിലോട്ട് മാറി? എനർജി എന്ന് പറയുന്ന ടേമിന്റെ അകത്തോട്ട് മാറി. അപ്പൊ എനർജി എന്ന് പറയുന്നത് ഇസ് എ കൺസർവേഷൻ പ്രിൻസിപ്പിൾ ആണ്. അപ്പം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇവിടെ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. വർക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? ആദ്യത്തെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? വർക്ക് ഡൺ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ നമ്മൾ ഈ സ്പ്രിങ്ങിന്റെ കേസസിൽ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ എവിടെയും ഉപയോഗിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ കേസസിൽ അല്ലെങ്കിൽ ചാർജസിന്റെ കേസസിൽ സ്റ്റാറ്റിക് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു റെസ്റ്റിലിരിക്കുന്ന ചാർജസിന്റെ കേസസ് തന്നെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ കേസസിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇവിടെയും നമ്മൾ ഈ ചാർജസിന്റെ കേസസിൽ നമ്മൾ വർക്കിന്റെ ടേംസിൽ അല്ലെങ്കിൽ എനർജിയുടെ ടേംസിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക്
വർക്ക് ഡൺ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡ് ചാർജിന്റെ കേസസിലും സിമിലർ ആണ്. അപ്പൊ അതുകൊണ്ട് ബ്രാക്കറ്റിൽ ഇട്ട് തന്നെ പഠിക്കണം. വർക്ക് ആദ്യത്തെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കേസസ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ചാർജസിന്റെ കേസസിലും പൊസസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യും വർക്ക് ചെയ്യുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. സോ വർക്ക് ഡൺ ഫൈൻഡ് ഔട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആണ് എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അപ്പൊ ഇനി ഇതാണ് നമ്മുടെ ഒരു ബേസിക് കൺസെപ്റ്റിന്റെ ഒരു കാര്യം. വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇനി നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ള ടേംസിന്റെ അകത്തോട്ടൊക്കെ നമ്മൾ വരികയാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയെ കുറിച്ച് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് മുമ്പായിട്ടുള്ള കുറച്ച് കീ പോയിന്റ്സുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ അകത്ത് സെക്കൻഡ് ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കുവാനുള്ളത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നൊക്കെയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ടേംസിന്റെ അകത്തോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ കുറച്ച് നമുക്ക് ഈ പറയുന്ന കുറച്ച് കീ പോയിന്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മുടെ ഒരു കുറച്ച് കീ പോയിന്റ്സുകളാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയും പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ് എന്നുള്ള നമ്മുടെ മെയിൻ പോയിന്റ്സിന്റെ അകത്തോട്ടൊക്കെ വരും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാനുള്ള കുറച്ച് കീ പോയിന്റ്സുകൾ ഒന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിനെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻ ടേംസ് ഓഫ് എ സ്കെയിലാർ ടേംസിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഓഫ് ചാർജസ് നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. ഒന്ന് സോഴ്സ് ചാർജും, സോഴ്സ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ അടുപ്പിന്റെ കേസസ് എടുക്കുമ്പോൾ നമ്മുടെ അടുപ്പ് തീ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പാണ് സോഴ്സ് ചാർജ് എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ എടുക്കുന്ന ചാർജാണ് ടെസ്റ്റ് ചാർജ്. ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞ് ഈ അടുപ്പിന്റെ ചൂട് നമുക്ക് എവിടം വരെ കിട്ടുന്നുണ്ട് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കൈയാണ് എന്ത് എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അടുപ്പ് എന്ന് പറയുന്നത് സോഴ്സ് ചാർജ്, നമ്മുടെ കൈ എന്ന് പറയുന്നത് ടെസ്റ്റ് ചാർജുമാണ്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ചാർജസിന്റെ സെയിം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും 2 ചാർജസ് എടുക്കുന്നുണ്ട്. കൺഫ്യൂഷൻ വരരുത്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ടേംസിൽ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളൊരു സോഴ്സ് ചാർജ് എടുത്തു. സോഴ്സ് ചാർജിന്റെ ഇതിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ചൂട് അനുഭവപ്പെടുന്ന മേഖലയുണ്ട്. ആ മേഖലയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ എടുത്തു കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ അവിടെ ടെസ്റ്റ് ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ, സോഴ്സ് ചാർജും പോസിറ്റീവ് ആണ് എങ്കിൽ അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. അപ്പൊ ആ ചാർജ് എവിടെയാണോ ഇരിക്കുന്നത് ആ ചാർജ് ഈ ടെസ്റ്റ് ചാർജിന്റെ മേൽ എത്രമാത്രം ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കും എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ടെസ്റ്റ് ചാർജിനെ ഇതിന്റെ ഫീൽഡിന്റെ അകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഓൾവേസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുന്നുണ്ട്. എന്താ? ഈ ടെസ്റ്റ് ചാർജിനെ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരണം? അത് മസ്റ്റാണ്. ടെസ്റ്റ് ചാർജിനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതേസമയം നമുക്ക് ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഒരു ടെസ്റ്റ് ചാർജ്, ഇൻഫിനിറ്റി മീൻസ് നമുക്ക് നമ്മുടെ ഫീൽഡ് അനുഭവപ്പെടുന്നില്ലാത്ത ഒരു റീജിയൻ എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. നമ്മുടെ അടുപ്പിന് ചുറ്റും ചൂട് അനുഭവപ്പെടുന്ന കുറെ ഏരിയയുണ്ട്. നമുക്ക് കുറെ അകലത്തിലോട്ട് പോയി കഴിയുമ്പോൾ എന്താണ് കൈക്ക് ചൂട്, ഈ അടുപ്പിൽ നിന്നുള്ള ചൂട് അനുഭവപ്പെടുകയല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ചൂട് അനുഭവപ്പെടുകയല്ലാത്ത ഒരു മേഖല, ആ ഒരു റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇൻഫിനിറ്റി. അപ്പൊ നമ്മുടെ ടെസ്റ്റ് ചാർജ് എപ്പോഴും എവിടെയാണ് ഇരിക്കുന്നത്? ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. ഈ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ എന്തിനെ എങ്ങോട്ട് കൊണ്ടുവരണം? നമ്മുടെ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ എയിം. എന്താണ്? ഇൻഫിനിറ്റിയിലാണ് നമ്മുടെ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത്, നമ്മുടെ കൈ ഇരിക്കുന്നത്. ഈ കൈയിനെ ഇൻഫിനിറ്റിയിൽ നിന്ന്, അകലങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരണം? നമ്മുടെ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ അകലങ്ങളിലാണ് ആദ്യം നമുക്ക് ചൂടില്ലാത്തൊരു റീജിയനാണ്. ചൂടില്ലാത്ത റീജിയനിൽ നിന്ന് ഇപ്പൊ ഈ ഫിഗറിന്റെ അകത്ത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ തുടങ്ങി നമുക്ക് എന്ത് അനുഭവപ്പെടും? ഫീൽഡ് അനുഭവപ്പെടും, അല്ലെങ്കിൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണ്. അവിടുന്ന് ഇങ്ങോട്ട് അടുത്തടുത്തടുത്ത് ഇങ്ങോട്ട് വരുംതോറും എന്താണ്? ചൂട് കൂടുതൽ നന്നായിട്ട് അനുഭവപ്പെടുന്ന ഒരു റീജിയനാണ് എന്ത്? സോഴ്സ് ചാർജിന് അടുത്തോട്ട് വരുംതോറും എന്താണ്? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന സോഴ്സ് അടുപ്പിനടുത്ത് ചൂട് കൂടുതൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടുത്തോട്ട് ഈ പോയിന്റിനേക്കാളും കൂടുതൽ ഫീൽഡ് ഇന്റൻസിറ്റിയിലുള്ള റീജിയൻ ആണ് ബി എന്ന് പറയുന്നത്. അതിനേക്കാളും കൂടുതലാണ് ഇവിടെ നമ്മൾ വേറൊരു പോയിന്റ് സി നിർത്താല്. അപ്പൊ അങ്ങനെ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് വരുംതോറും എന്താണ്? അടുപ്പിനടുത്തോട്ട് വരുംതോറും നമ്മുടെ കൈക്ക് ചൂട് കൂടുതൽ അനുഭവപ്പെടും. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ അവിടെ എന്ത് അനുഭവപ്പെടും? ഒരു ഫീൽഡ് അനുഭവപ്പെടുന്ന റീജിയൻ ആണ്. ബി എന്ന് പറയുന്നത് അടുത്ത വേറൊരു പോയിന്റിന് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്? ടെസ്റ്റ് ചാർജ് അറ്റ് ഇൻഫിനിറ്റിയിലാണ്. ഇൻഫിനിറ്റിയിൽ നിന്നും വേണം നമ്മൾ എന്തിനെ കൊണ്ടുവരാൻ? ടെസ്റ്റ് ചാർജിനെ നമ്മുടെ ഫീൽഡിന്റെ അടുത്തോട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോഴ്സ് ചാർജ് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ജനറൽ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിലെ ജനറൽ ഇക്വേഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് E = F/Q ആണ്. അതിന്റെ അകത്തു നിന്ന് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q × E ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇവിടെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ്. E = F/Q എന്ന് പറയുന്നത്. therefore F = QE എന്ന് നമുക്ക് ഇവിടെയും നമുക്ക് ആ ഒരു ജനറൽ ഇക്വേഷൻ ഇവിടെ നമുക്ക് യൂസ്ഫുൾ ആകാം. ഒന്നാമത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം. രണ്ടാമത് അത് ജനറൽ ആയിട്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഈസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് മെത്തേഡാണ്? ഇന്റിഗ്രേഷൻ മെത്തേഡാണ്. അപ്പൊ അത് ഓർത്തിരിക്കണം. നമ്മൾ ഈ ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓൾവേസ് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏത് മെത്തേഡാണ്? ഇന്റിഗ്രേഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ മെത്തേഡ് വരുമ്പോൾ ചെറിയ ചെറിയ ഡിവിഷൻസ് ആക്കി ഡിആർ എന്ന് പറയുന്ന ചെറിയ ചെറിയ പോർഷൻസ് ആക്കി ഒരു സ്മോൾ റീജിയനിന്റെ അവിടുത്തെ നമ്മുടെ വർക്ക് കാണും. ആ വർക്ക് ആദ്യം നമ്മൾ DW വർക്കിന്റെ ടോട്ടൽ വർക്ക് കാണുന്നതിന് മുമ്പ് DW കാണും. എന്നിട്ട് ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റിന്റെ വർക്ക് കണ്ടിട്ട് അതിനെ ആഡ് ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇന്റഗ്രേഷൻ മെത്തേഡ്. അപ്പം ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് ഇവിടെ നമ്മൾ ഈ ഒരു ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. മൂന്നാമത് നമ്മൾ ഓർക്കുന്നത് നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത് ഏതിന് ഈക്വൽ ആണ്? പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. വർക്ക് ഇവിടെ നമ്മൾ വർക്ക് ഡൺ ഫൈൻഡ് ഔട്ട് ചെയ്താൽ അവിടെ എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു. ഒന്ന് ജനറൽ ഇക്വേഷൻ ഇവിടെ ആപ്ലിക്കബിൾ ആണ്. രണ്ടാമത് നമ്മൾ ഇന്റഗ്രേഷൻ വർക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. അത് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മള് ഇവിടെ നിന്നും ഇത് സോഴ്സ് ചാർജ് +Q ആണ്. ഇത് നമ്മുടെ ടെസ്റ്റ് ചാർജും എന്താണ്? ടെസ്റ്റ് ചാർജും പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഈ ഒരു ടെസ്റ്റ് ചാർജിനെ നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരുമ്പോൾ രണ്ടും എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ഫീൽഡ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഫീൽഡിന്റെ അകത്ത് വരുമ്പോഴാണ് അതിന് ഇന്ററാക്റ്റീവ് ഫോഴ്സ് വരുന്നത്. അപ്പൊ ഫീൽഡിന്റെ അകത്തോട്ട് വരുമ്പോൾ എന്താണ്? ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. ഫീൽഡുള്ള മേഖലയിൽ ഈ പോയിന്റ് എ എന്ന് പറയുന്ന ആ ഒരു റീജിയനിൽ ഈ ഒരു ടെസ്റ്റ് ചാർജ് എത്തിക്കഴിയുമ്പോൾ എന്താണ്? ഇതിന്റെ ഫീൽഡ് സോഴ്സ് ചാർജിന്റെ ഫീൽഡ് അനുഭവപ്പെടുന്ന മേഖലയാണ് എന്ത് എന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടെസ്റ്റ് ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞെന്നാൽ ഈ സോഴ്സ് ചാർജും ടെസ്റ്റ് ചാർജും പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ്? അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടും. അപ്പൊ ആ റിപ്പൾസീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾവേസ് F ഇലക്ട്രോ എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന റിപ്പൾസീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് നമ്മളിവിടെ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിപ്പൾസീവ് ഫോഴ്സ് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. പോസിറ്റീവ് ചാർജ് ഇവിടെ +Q ആണ് എങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്?
നമുക്ക് ഈ ടെസ്റ്റ് ചാർജിനെ ഇവിടെ വരുമ്പോൾ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ ടെസ്റ്റ് ചാർജിനെ നമുക്ക് ഏതിന്റെ അടുത്തോട്ട് കൊണ്ടുവരണം? സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരണം. നമ്മുടെ ഉദ്ദേശം ടെസ്റ്റ് ചാർജിനെ സോഴ്സ് ചാർജിന്റെ അടുത്ത് എത്രമാത്രം അടുത്ത് കൊണ്ടുവരുമോ അത്രയും അടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ട് പോകുന്ന സാധനത്തെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പിടിക്കണം. നമ്മുടെ സോഴ്സ് ചാർജ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് വരുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് ഇവിടെ വരുമ്പോൾ ഈ റീജിയനിൽ വരുമ്പോൾ റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ റിപ്പൾസീവ് ഫോഴ്സ് എതിരായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇവിടെ എന്താണ് എഫ് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? എക്സ്റ്റേണൽ ഫോഴ്സിന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എതിരായിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഒരു മൈനസ് സൈൻ ഇത് മസ്റ്റ് ഓർത്തിരിക്കണം. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എന്ത് റെപ്രസെന്റ് ചെയ്യും? ഒരു മൈനസ് സൈൻ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ കീ പോയിന്റ് ആണ്. എഫ് എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എന്താണ് ഇവിടെ വരുമ്പോൾ ഈ ടെസ്റ്റ് ചാർജ് ഫീൽഡിൽ വരുമ്പോൾ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. ഈ റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഇത് എന്താണ്? ഈ ടെസ്റ്റ് ചാർജ് ഇങ്ങോട്ട് തിരിച്ചു തള്ളും. അങ്ങോട്ട് തിരിച്ചു തള്ളുന്ന ആ ടെസ്റ്റ് ചാർജിനെ നമ്മുടെ ഉദ്ദേശം ഈ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരാനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ഈ റിപ്പൾസീവ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ പിടിച്ചു വലിച്ച് ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കണം. ദാറ്റ് ഈസ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഇത് രണ്ടും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും എഫ് എക്സ്റ്റേണലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇനി അതിനോട് ചേർന്ന് തന്നെ വരുന്നതാണ് നമ്മൾ ഓൾവേസ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസ് വായിക്കുമ്പോഴും പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻസ് ഒക്കെ ഇനി വരുന്നുണ്ട്. ആ ഡെഫിനിഷൻ ഒക്കെ വായിക്കുമ്പോഴും നമ്മൾ പറയും വിത്തൌട്ട് എനി ആക്സലറേഷൻ. വാട്ട് യു മീൻ ബൈ വിത്തൌട്ട് എനി ആക്സലറേഷൻ മീൻസ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രയാണോ? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് 10 ന്യൂട്ടൺ ആണ് എങ്കിൽ ആ 10 ന്യൂട്ടൺ തന്നെ നമ്മൾ തിരിച്ച് എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഇതിന്റെ രണ്ടിന്റെയും ഫോഴ്സിന്റെ എമൗണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സ് 10 ആണെങ്കിൽ എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും 10 ആയിരിക്കും. ഇപ്പൊ രണ്ടിന്റെയും എമൗണ്ട് ഈക്വൽ ആയതുകൊണ്ട് നെറ്റ് ഫോഴ്സ് 0 ആണ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ആക്സലറേഷൻ ആ ഒരു പാർട്ടിക്കിളിന് ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇന്റഗ്രേഷൻ മെത്തേഡ് ആണെന്ന് പറഞ്ഞു. ഇന്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൂവ് സ്ലോലി ആണ്. കുറച്ചാണ് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ അതിന് ഈക്വൽ ആയിട്ട് ഒരു റിപ്പൾസീവ് ഫോഴ്സിന് ഈക്വൽ ആയിട്ട് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു. എന്നിട്ട് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത് ചെറിയൊരു റീജിയനിന്റെ അവിടുത്തെ റിപ്പൾസീവ് ഫോഴ്സ് നമുക്ക് വരും. അത് കഴിയുമ്പോൾ നമ്മൾ അതിന് ഈക്വൽ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് കൊടുത്ത് നമ്മൾ ഇതിനെ പാർട്ടിക്കിളിനെ കുറേശ്ശെ റിപ്പൾസീവ് ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും ഈക്വൽ ആയിട്ട് കൊടുത്ത് നമ്മുടെ പാർട്ടിക്കിളിനെ ഇങ്ങനെ കുറേശ്ശെ മൂവ് ചെയ്യുന്നു. അപ്പൊ കുറെ സ്ലോലി ആണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വിത്തൌട്ട് എനി ആക്സലറേഷൻ എന്നുള്ള ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വിത്തൌട്ട് എനി ആക്സലറേഷൻ എവിടെ കണ്ടാലും നമ്മുടെ എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്? എഫ് എക്സ്റ്റേണൽ ഫോഴ്സും എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ എ ഡയറക്ഷൻ. ദാറ്റ് ഈസ് വിത്തൌട്ട് എനി ആക്സലറേഷന്റെ മീനിങ്. മൂവിങ് സ്ലോലി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യും. നമ്മുടെ ഉദ്ദേശം നമ്മുടെ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നതാണ് മൂവിങ് സ്ലോലി. ഈക്വൽ ആയിട്ട് രണ്ടും കുറേശ്ശെ നമ്മുടെ വടംവലിക്ക് എന്താ പറയുക, രണ്ടും ഈക്വൽ ആണെങ്കിൽ ആ വടം നമുക്ക് നടുക്ക് തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ അനങ്ങത്തില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നില്ല. ദാറ്റ് ഈസ് വിത്തൌട്ട് എനി ആക്സലറേഷൻ എന്നുള്ള കേസസ് ഓർത്തിരിക്കുക. അപ്പൊ അത് ഈ ഒരു ചാപ്റ്ററിന്റെ കീ പാർട്ടാണ് നമ്മൾ ഈ പറഞ്ഞു പോകുന്നത് കേട്ടല്ലോ. എഫ് ഈക്വൽ ടു മൈനസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ ഇവിടെ സോഴ്സ് ചാർജ് ഇതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നമ്മൾ ഓൾവേസ് എടുക്കുന്നത് സോഴ്സ് ചാർജ് പോസിറ്റീവ് ആയിട്ടാണ്. പക്ഷെ എഫ് എക്സ്റ്റേണൽ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആണ് എങ്കിൽ എഫ് എക്സ്റ്റേണൽ ഫോഴ്സിനെ നമ്മൾ ഓൾവേസ് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഫോഴ്സിനെ പോസിറ്റീവ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നെഗറ്റീവ്. അപ്പൊ എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു മൈനസ് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു കേസസിൽ സോഴ്സ് ചാർജ് നമ്മൾ ആ ഒരു കേസസ് ആണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് എടുക്കുന്നത്. പക്ഷെ സോഴ്സ് ചാർജ് നെഗറ്റീവ് ആണ് എങ്കിൽ എന്ത് ചെയ്യണം?
എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നെഗറ്റീവും എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് പോസിറ്റീവുമായിട്ട് മാറും. അതും കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പം നമ്മൾ ഓൾവേസ് എടുക്കുന്നത് എഫ് എക്സ്റ്റേണൽ ഇസിക്കൽ ടു മൈനസ് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ചാർജ് പോസിറ്റീവ് ആയിട്ടുള്ള കേസസ് ആണ് എടുക്കുന്നത്. ഇനി ഇവിടെ അടുത്ത ഇപ്പൊ നമ്മൾ 4 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന് എന്താണ് ജനറൽ ഇക്വേഷൻ, അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇ ഇസിക്കൽ ടു എഫ് ഡിവൈഡ് ബൈ ക്യൂ, ദെയർഫോർ എഫ് ഇസിക്കൽ ടു ക്യൂ ആണെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ കേസസ് ഇന്റഗ്രേഷൻ വർക്ക് ഡൺ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്താൽ അത് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈക്വൽ ആണ്. നേരത്തെ പറഞ്ഞു വർക്ക് ഡൺ ഈസിക്കൽ ടു ബേസ്ഡ് ഓൺ കൺസർവേഷൻ വർക്ക് എനർജി തിയറം. എനർജി ഇസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക്. ആ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ദെയർഫോർ വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്പ്രിങ്ങിന്റെ കേസസ് പറഞ്ഞ പോലെ തന്നെ സ്റ്റോർ ചെയ്യുന്ന എനർജി, ചാർജിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്ന എനർജി കൈനറ്റിക് എനർജി അല്ല, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ്. വർക്ക് ഇസിക്കൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ബേസിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇന്റഗ്രേഷൻ മെത്തേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത നമ്മൾ 4ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞത് ഇവിടെ എന്താണ്, നമ്മുടെ ഇൻഫിനിറ്റിയിൽ നിന്നുമാണ്. നമ്മൾ ചാർജിനെ ചുമ്മാ എടുത്തുകൊണ്ട് വെക്കാൻ പറ്റത്തില്ല. ചാർജ് ഇൻഫിനിറ്റിയിൽ നിന്നുമാണ് ഫീൽഡിന്റെ റീജിന്റെ അകത്തോട്ട് വരുമ്പോൾ ഇവിടെ എന്ത് അനുഭവപ്പെടും? ഫീൽഡിന്റെ റീജിയനിൽ വരുമ്പോൾ സോഴ്സ് ചാർജും ഈ പോസിറ്റീവ് ടെസ്റ്റ് ചാർജും തമ്മിൽ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകും. അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് ഒപ്പോസിങ് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ടെസ്റ്റ് ചാർജിനെ അങ്ങോട്ട് പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഈ ചാർജിനെ നമ്മുടെ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഈ ടെസ്റ്റ് ചാർജിനെതിരെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അത് രണ്ടും എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ റെപ്രസെന്റേഷൻ എഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് റെപ്രസെന്റ് ചെയ്യണം. ഒരു മൈനസ് സൈൻ അവിടെ വരുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണ്. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ട് തന്നെ രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, അതിന്റെ എമൗണ്ട് ഈക്വൽ ആയതുകൊണ്ട് വിത്തൗട്ട് എനി ആക്സലറേഷൻ എന്നുള്ള ടേം ഇവിടെ ഭയങ്കര പ്രസക്തമാണ്. വിത്തൗട്ട് എനി ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു രണ്ടും, അതിന്റെ ടോട്ടൽ ഫോഴ്സ് എടുക്കുമ്പോൾ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവുമാണ്. രണ്ടിന്റെ എമൗണ്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് നെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് മൂവിങ് സ്ലോലി. നമ്മൾ പറഞ്ഞു എന്താണ് മൂവിങ് സ്ലോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രേഷൻ കുറച്ച് അങ്ങോട്ട് കുറച്ച് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എതിരെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്യും. പിന്നെ എന്നിട്ട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യും. അടുത്തത് കുറച്ച് ലേശം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കും. അങ്ങനെ നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൂവിങ് സ്ലോലിയുടെ കേസസ്. നെക്സ്റ്റ് സോഴ്സ് ചാർജിന് 2 കൺസിഡറേഷൻ. ഇനി ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ ഒരു കേസസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ മെത്തേഡിന്റെ കേസസിൽ DW വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ വർക്ക് ഡൺ DW ഇസ് ഈക്വൽ ടു, നമ്മളിപ്പം എയിൽ നിന്ന് ബിയിലോട്ടാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ലിമിറ്റ് ഇന്റഗ്രേഷൻ ലിമിറ്റ് A to B വരും. എയിൽ നിന്ന് ബിയിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ദെയർഫോർ നമുക്ക് 2 രീതിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് കൊടുക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എഫ് എക്സ്റ്റേണൽ ആണെങ്കിൽ എഫ് പോസിറ്റീവ് ഇൻടു സ്മോൾ dr കൊടുക്കണം. ഇനി അതേസമയം എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ് എങ്കിൽ ഇവിടെ എന്ത് വരും? ഒരു മൈനസ് സൈനും കൂടെ നമ്മുടെ അതിനെ മാറ്റി എഴുതും. പല സമയത്തും നമ്മൾ മാറ്റി എഴുതും. എഫ് എക്സ്റ്റേണലിന്റെ ടേമിൽ നിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ടേമിലോട്ട് മാറ്റി എഴുതും. അപ്പൊ ഈ ഒരു ഇതാണ്, അതുകൊണ്ടാണ് ഇത് കീ പോയിന്റ് ആണ് എന്ന് പറഞ്ഞത്. എഫ് എക്സ്റ്റേണൽ പോസിറ്റീവും എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് നെഗറ്റീവുമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ടേമിൽ നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? ഒരു നെഗറ്റീവ് സൈൻ എഫ് ഇന്റഗ്രേഷൻ ഓഫ് A to B എഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇൻറ്റു dr മൈനസ് സൈൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ കൂടെ വരും എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പം ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും പോയിന്റ്സുകൾ ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോർഷന്റെ അകത്തോട്ട് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് എന്താണ്, അതിന്റെ അകത്തു നിന്ന് നമ്മൾ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് പറയും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ചാപ്റ്ററിന്റെ അകത്തോട്ട് വരികയാണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് നമ്മുടെ കുറെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ടേമിന്റെ അകത്തോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി പഠിക്കാനുണ്ട്.
എന്താണ് ഒരു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാല്, നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ നമുക്ക് സോഴ്സ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്, ടെസ്റ്റ് ചാർജ്. സോഴ്സ് ചാർജ് അടുപ്പാണ്, ടെസ്റ്റ് ചാർജ് നമ്മുടെ കൈയാണ്. ടെസ്റ്റ് ചാർജിനെ ഓൾവേസ് നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന്, ഇൻഫിനിറ്റി മീൻസ് നമ്മുടെ ഫീൽഡ് അനുഭവപ്പെടാത്ത ഒരു റീജിയൻ എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങ് അകലെ ആകാശത്തിന് ദൂരെ അങ്ങനെയൊന്നുള്ള ഒരു അർത്ഥമില്ല. നമ്മുടെ ചൂട് അനുഭവപ്പെടാത്ത ഒരു മേഖലയാണ്. ആ മേഖലയിൽ നിന്ന് നമ്മുടെ കൈയിനെ, നമ്മുടെ ടെസ്റ്റ് ചാർജിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ചൂടുള്ള ഒരു മേഖലയിലോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ ചൂടുള്ള മേഖലയിലോട്ട്, ഈ ടെസ്റ്റ് ചാർജിനെ ചൂടുള്ള മേഖലയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചാർജ് ചുമ്മാ ഇങ്ങ് പോരത്തില്ല. അപ്പൊ നമുക്ക് ചാർജ് ചുമ്മാ ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോരത്തില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചാർജിന്, +Q ചാർജിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഒന്നും പറയുന്നില്ല നമ്മളിവിടെ. ഏത് ചാർജ് വേണമെങ്കിലും ആകാം, എത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജ് വേണമെങ്കിലും ആകും. ഇതാണ് കീ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇവിടെ നമുക്ക് ഏത് ചാർജിന്, ടെസ്റ്റ് ചാർജ് എന്ന് പറയുന്നത് എത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജ് ആയാലും കുഴപ്പമില്ല, ഏത് സൈസിലോ അല്ലെങ്കിൽ വലിപ്പമുള്ളത് അല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ എങ്ങനെയുള്ള ചാർജ് ആയാലും കുഴപ്പമില്ല. പോസിറ്റീവ് ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ യൂണിറ്റ് എന്നുള്ള വേർഡ് നമ്മളിവിടെ ഉപയോഗിക്കത്തില്ല. അപ്പൊ ടെസ്റ്റ് ചാർജിനെ നമ്മൾ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ഇതിന്റെ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. ആ വർക്കിനെ ആണ്, വർക്ക് ഈസ് ഈക്വൽ ടു എന്താന്ന് നമ്മളൊക്കെ ഓൾറെഡി പറഞ്ഞു, പൊട്ടൻഷ്യൽ എനർജി ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ്. ആ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ്. ഏതാണ്? +Q ചാർജ്. ബ്രിങ്ങിങ് എ ചാർജ് ആണ്, എ ചാർജ് ആണ്. പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി പൊട്ടൻഷ്യൽ വരുമ്പോൾ നമ്മൾ അതിനെ യൂണിറ്റ് ആക്കും. സോ ഇവിടെ നമുക്ക് എ ചാർജ് ആണ്, എ ചാർജ് +Q ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ചാർജ്, ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചാർജിനെ എത്ര മാഗ്നിറ്റ്യൂഡ് ആയാലും കുഴപ്പമില്ല, ആ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട്, ദാറ്റ് പോയിന്റ് മീൻസ് ഫീൽഡിലുള്ള ഒരു റീജിയന്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഫീൽഡിന്റെ അകത്തോട്ട് വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യും? ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പൊ നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. അപ്പൊ അവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു വർക്ക് ചെയ്യണം. ആ വർക്കിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടത്തെ നമ്മുടെ കീ കൺസെപ്റ്റ് എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. വർക്ക് ഈസ് ദ എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു ദ വർക്ക്. വർക്ക് കണ്ടുപിടിച്ചാൽ അതിൽ സ്റ്റോർ, വർക്ക് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ചാർജിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഡെഫിനിഷൻ, അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ചാർജ് +Q ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ്. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റിയിൽ നിന്ന് ഫീൽഡിന്റെ അകത്തോട്ട് നമ്മൾ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ടെസ്റ്റ് ചാർജ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന ടെസ്റ്റ് ചാർജ് എവിടെ എത്തി? നമ്മുടെ ഫീൽഡിലുള്ള പോയിന്റ് എയിലെത്തി. ഇനി പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ ഇവിടെ എന്ത് ആക്ട് ചെയ്യും? റിപ്പൾസീവ് ഫോഴ്സ് വരും. ഇവിടെ ഇപ്പം ഇത് ഫീൽഡിലാണ് ഇരിക്കുന്നത്. +Q ചാർജിന്റെ, ഇത് +Q ചാർജ് ആണ്. +Q ചാർജിന്റെ, സോഴ്സ് ചാർജിന്റെ ഫീൽഡിലാണ് നമ്മുടെ ടെസ്റ്റ് ചാർജ്. ഇപ്പൊ ഇവിടെയാണ് ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ എന്താണ്? ഒരു ഫീൽഡിന്റെ അകത്ത് ആയതുകൊണ്ട് ഇവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടും. അപ്പൊ റിപ്പൾസീവ് ഫോഴ്സ് അനുഭവപ്പെടുമ്പോൾ ഈ ടെസ്റ്റ് ചാർജ്, ഇങ്ങോട്ട് വന്ന ടെസ്റ്റ് ചാർജ് എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകുന്ന ചാർജിനെ നമ്മൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കണം. അങ്ങനെ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ചാർജ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വരും? ഡിസ്പ്ലേസ്മെന്റ് വരും. അവിടെ നമ്മളൊരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എയിൽ ഇരിക്കുന്ന ഈ ടെസ്റ്റ് ചാർജിനെ, ഫീൽഡിന്റെ അകത്തുള്ള പോയിന്റിൽ ഇരിക്കുന്ന എ എന്ന് പറയുന്ന പോയിന്റിൽ ഇരിക്കുന്ന ചാർജിനെ
അടുത്ത പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പം ബി ആണെന്ന് വിചാരിക്കാം. ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്യണം. ഇവിടെ നമ്മളൊരു റിപ്പൾസീവ് ഫോഴ്സ് അങ്ങോട്ടാണ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ഡൺ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടുവന്ന് നമ്മൾ കുറേശ്ശെ അതായത് മൂവിങ് സ്ലോലി അതാണ് നമ്മൾ ഇന്റഗ്രേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ കുറേശ്ശെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നു, ഒബ്ജക്റ്റിനെ ഇങ്ങോട്ടും മാറ്റുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എത്രമാത്രം ഉണ്ട് അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ കുറേശ്ശെ ഒബ്ജക്റ്റ് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒബ്ജക്റ്റ് കുറേശ്ശെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു വർക്ക് ഡൺ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് മീൻസ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. എയും ബിയും തമ്മിലുള്ള പോയിന്റ്സ് ആണ്. Difference between 2 points in an electric field may be defined as the amount of work done. ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. ഫീൽഡിൽ ഇരിക്കുന്ന 2 പോയിന്റ്സ് എയിൽ നിന്ന് ബിയിലോട്ട് ഈ നമ്മുടെ ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ കൊടുക്കുന്ന വർക്ക് ഡൺ ആണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ ചാർജ് ഫ്രം one point to other. എയിൽ നിന്ന് ബി ആണ് നമ്മുടെ പോയിന്റ് എങ്കിൽ എയിൽ നിന്ന് ബി വരെ മൂവ് ചെയ്യാൻ 1 point to other, ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റ് വരെ മൂവ് ചെയ്യാൻ കൊടുക്കുന്ന വർക്ക് ഡൺ ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുക. പോയിന്റ് ടു ആണ്. എങ്ങനെയാണ്? അതിന് പ്രത്യേകതയുണ്ട്. വിത്തൗട്ട് എനി ആക്സലറേഷൻ. അത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരു കീ പോയിന്റ് ആണത്. വിത്തൗട്ട് എനി ആക്സലറേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും റിപ്പൾസീവ് ഫോഴ്സും എമൗണ്ട് എന്താണ്? ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മൂവിങ് സ്ലോലി എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വിത്തൗട്ട് എനി ആക്സലറേഷൻ എന്നുള്ളത് ഇവിടുത്തെ കീ പോയിന്റ് ആണ്. വിത്തൗട്ട് എനി ആക്സലറേഷൻ അഗൈൻസ്റ്റ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. എഗനിസ്റ്റ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അങ്ങോട്ടാണ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് മീൻസ് എയിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള റീജിയനകത്ത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റ് റീജിയനിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്ലസ് ക്യൂ ചാർജിനെ, അതായത് ടെസ്റ്റ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിക്കാനായിട്ട് നമ്മളൊരു വർക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. അതേസമയം പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഈസ് എ ബ്രിങ്ങിങ് എ ചാർജ്. എത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജ് ആയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മുടെ ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫീൽഡിലുള്ള പോയിന്റിനകത്തോട്ട് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എവിടെയായിരിക്കും കൂടുതൽ? പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കൂടുതലായിട്ട് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ സോഴ്സ് ചാർജിന് അടുത്തോട്ട് നമ്മൾക്ക് അടുപ്പിനടുത്ത് വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് തീ കൂടുതലുള്ള അല്ലെങ്കിൽ ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ഈ സോഴ്സ് ചാർജിന് അടുത്താണ്. ഇത് അടുപ്പിനടുത്താണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പൊ സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് നമ്മൾ കൊണ്ടുവരും തോറും അതിന്റെ പൊട്ടൻഷ്യൽ, ആ ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? വർക്ക് ഡണ്ണിന്റെ അളവും നമുക്ക് അവിടെ കൂടിക്കൊണ്ടിരിക്കുക. പൊട്ടൻഷ്യൽ എനർജി വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ എമൗണ്ട് കൂടിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ഡണ്ണിന്റെ അളവ് കൂടുതലാണ്. അപ്പൊ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് സോഴ്സ് ചാർജിന്റെ അടുത്തുള്ള റീജിയനിൽ ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുതലും അകലങ്ങളിലോട്ട് പോകുന്തോറും ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി കുറവുമായിരിക്കും. നെക്സ്റ്റ് അകലങ്ങളിലോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പൊ ഈ രണ്ട് കൺസെപ്റ്റ് പൊട്ടൻഷ്യൽ എനർജി കൂടുതലുള്ള സോഴ്സ് ചാർജിന്റെ അടുത്തും അകലങ്ങളിൽ കുറവുമായിരിക്കും. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി കുറവ് ആണെങ്കിൽ വർക്ക് ഡൺ കുറവായിരിക്കും. എവിടെ? ദൂരെ ഫാറിലാണെങ്കിൽ. ഇതിൽ നിന്ന് അകന്ന് പോകുന്തോറും പൊട്ടൻഷ്യൽ എനർജിയുടെ ഫീൽഡിന് അകന്നകന്ന് പോകുന്തോറും എന്താണ്? പൊട്ടൻഷ്യൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് കുറയും. നമുക്ക് അടുത്തോട്ട് ഏറ്റവും അടുത്ത് കൊണ്ടുവരണമെങ്കിൽ പൊട്ടൻഷ്യൽ വർക്ക് ഡൺ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത്രയും ബേസിക് കൺസെപ്റ്റുകൾ, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് എന്താണ് എന്ന്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഈ പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് നിന്ന് പൊട്ടൻഷ്യൽ എനർജിക്കകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ പൊട്ടൻഷ്യൽ ടൈമിന്റെ അത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്. അപ്പൊ ആ ഒരു ഡിഫറൻസ് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്താണ്, ഇനി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലുമായിട്ട് എന്താണ് വ്യത്യാസം എന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ടൈമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു.
അപ്പൊ നമ്മള് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, അവ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ചാപ്റ്ററിന്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോസ്റ്റാറ്റിക്, നമ്മുടെ ഹെഡിങ് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ് എന്നാണ്. അപ്പൊ അതിന്റെ അകത്തോട്ട് വരികയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇൻഫിനിറ്റിയിൽ നിന്നാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരുന്നത്, ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു, ഇൻഫിനിറ്റിയിൽ നിന്ന് ടെസ്റ്റ് ചാർജിനെ നമ്മുടെ ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നു, എത്രമാത്രം കൊണ്ടുവരുന്നു എന്നുള്ള അവിടെ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചെന്നാൽ, പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ഓൺ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടെസ്റ്റ് ചാർജ് ആണ്. ഇവിടുത്തെ ഈ ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, സോഴ്സ് ചാർജിനെ നമ്മൾ ഫിക്സ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ടെസ്റ്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ വലിയൊരു സംഭവമാണ് എങ്കിൽ, വളരെ സൈസ് അല്ലെങ്കിൽ ഭാരം കൂടിയ ഒരു സാധനത്തെ പിടിച്ച് വലിക്കുന്നതും ഭാരം കുറഞ്ഞ സാധനത്തെ പിടിച്ച് വലിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭാരം കുറഞ്ഞാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എന്തായാലും എവിടെ കൊണ്ടുവരണം, സോഴ്സ് ചാർജിന്റെ അടുത്തോട്ടാണ് കൊണ്ടുവരേണ്ടത്. സോഴ്സ് ചാർജിന്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് വരും. അതുകൊണ്ട് നമുക്ക് റിപ്പൾസീവ് ഫോഴ്സിനെതിരെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്ത് നമ്മളവിടെ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്കവിടെ ഭാരം കുറഞ്ഞതാണ് എങ്കിൽ നമുക്ക് എന്തായിട്ട് സ്മൂത്ത് ആയിട്ട് അവിടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസസിൽ എന്താണ് നമ്മൾ പറയുന്നത്, ഇസ് എ ഡിപ്പെൻഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ആണ്. നമുക്ക് ചാർജിന്റെ അളവൊന്നും പറയുന്നത്, ഇപ്പൊ വലുതാണ് എങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വലിയ എമൗണ്ട് ഉള്ള അല്ലെങ്കിൽ വലിയ മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു ചാർജാണ്, ടെസ്റ്റ് ചാർജ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് അവിടെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മള് ഇവിടെ മാഗ്നിറ്റ്യൂഡ് വലുതാണെങ്കിൽ, ഈ ടെസ്റ്റ് ചാർജ് മാഗ്നിറ്റ്യൂഡ് വലുതാണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുംതോറും അതിനെതിരെ എന്ത് ചെയ്യും, റിപ്പൾസീവ് ഫോഴ്സ് കൂടും. റിപ്പൾസീവ് ഫോഴ്സ് കൂടുമ്പോൾ നമുക്ക് എന്ത് പറ്റും, വർക്ക് ഡൺ നന്നായിട്ട് വർക്ക് ഡണ്ണും അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആ ഒരു വർക്ക് ഡൺ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്ഷീണിക്കും അല്ലെ, നമുക്ക് കൂടുതൽ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും എന്ന് പറഞ്ഞ പോലെ വർക്ക് ഡണ്ണിനെ എങ്ങനെ കുറയ്ക്കാം എന്ന് തിങ്ക് ചെയ്യാം. എങ്ങനെ കുറയ്ക്കാം എന്ന് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഇതിന്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് ടെസ്റ്റ് ചാർജിനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്ന ടെസ്റ്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ഏറ്റവും മിനിമം ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു, ബേസ്ഡ് ഓൺ ക്വാണ്ടിസേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ചാർജിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. n = 1, 2, 3, 4 അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ചെറിയ ചാർജിനെ നമ്മൾ എടുക്കുന്നത് എത്രയാണ്, ഇതിന്റെ ടെസ്റ്റ് ചാർജിന്റെ അളവിനെ നമ്മൾ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നു. സ്പെസിഫിക്കേഷൻ എത്രയാണ്, യൂണിറ്റ് ടെസ്റ്റ് ചാർജ് +1 എന്ന് പറയുന്നത്, +1 യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആക്കി കഴിയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ളത് എന്താകും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആകും. അപ്പൊ ഈ ഒരു ടെസ്റ്റ് ചാർജിന്റെ ബേസിലാണ് +1Q ചാർജ് ആണ് എങ്കിൽ നമ്മുടെ ഡെഫിനേഷൻ അത് പൊട്ടൻഷ്യൽ എനർജിയുടെ ടേംസിനകത്തൊക്കെ എന്താക്കണം, ചാർജ് എന്നുള്ളിടത്ത് എല്ലാം എന്താക്കുക, യൂണിറ്റ് ടെസ്റ്റ് ചാർജ്, യൂണിറ്റ് എന്നുള്ള ടേം വന്നു കഴിയുമ്പോൾ എന്താകും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ചേഞ്ചസ് ഇൻടു ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി തമ്മിലുള്ള ഡിഫറൻസ് യൂണിറ്റ് ടെസ്റ്റ് ചാർജിന്റെ കേസസിലാണ്. അപ്പൊ ഒന്നാമത്തെ കേസസ് നമുക്ക് ഈ ടെസ്റ്റ് ചാർജിന്റെ നമുക്ക് വർക്ക് ഡൺ കുറയ്ക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ടെസ്റ്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാക്കാം, യൂണിറ്റ് 1 ആക്കി. അപ്പൊ അത് നമ്മളിവിടെ ചെയ്തു, യൂണിറ്റ് 1 ആക്കുക. രണ്ടാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം നമുക്ക് മനസ്സിലായത്, വർക്ക് ഡണ്ണിനെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈ നമുക്ക് കിട്ടുന്ന വർക്ക് ഡണ്ണിനെ യൂണിറ്റ് ചാർജ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അകത്ത് വേരിയേഷൻ ഡിവൈഡ് ബൈ 1 വരുമ്പോൾ എന്താണ്, ആ വർക്ക് ഡൺ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ആണ്. അപ്പൊ രണ്ടാമത്തെ രണ്ട് മെത്തേഡാണ്. ഒന്ന് യൂണിറ്റ് ടെസ്റ്റ് ചാർജിന് യൂണിറ്റ് 1 കൊടുക്കുക, എന്നിട്ട് വർക്ക് ഡണ്ണിനെ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് വർക്ക് ഡൺ ഡിവൈഡ് ബൈ Q ചെയ്യുമ്പോൾ ചാർജിനെ ആ വർക്ക് ഡൺ അവിടെ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇലക്ട്രോസ്റ്റാറ്റിക് ഈ വർക്കിനെ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ആ ഒരു ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം, നമുക്ക് വർക്ക് ഡണ്ണിനെ കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ചാർജ് കൊണ്ടുവരുന്നതിന്റെ വർക്ക് ഡൺ നമുക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ് ആണ് എങ്കിൽ ഈ ടേമിനെ നമ്മൾ എന്ത് വിളിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും.
അപ്പം എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ ടേം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ വി ആണ്, ക്യാപിറ്റൽ ലെറ്റർ വി. വി ഇസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡ് ബൈ ചാർജ് ആണ്. ഈ ഇക്വേഷൻ ഓൾവേസ് ഓർത്തിരുന്നോണം, നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ വർക്ക് ഡൺ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ആക്കും. ടെസ്റ്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ യൂണിറ്റ് ആക്കും. രണ്ടാമത്തെ മെത്തേഡാണ് വർക്ക് ഡൺ ഡിവൈഡ് ബൈ ചാർജ്. വർക്ക് ഡൺ ഡിവൈഡ് ബൈ വർക്ക്, അവിടെ കിട്ടുന്ന വർക്ക് ഡണ്ണിനെ നമ്മൾ ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്? പൊട്ടൻഷ്യൽ ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് V is equal to വർക്ക് ഡിവൈഡ് ബൈ ചാർജ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, അപ്പൊ വർക്ക് ഡൺ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ V is equal to വർക്ക് ഡിവൈഡ് ബൈ ചാർജ്. ഇതിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് നമ്മൾ നോക്കിക്കേ. വർക്കിന്റെ യൂണിറ്റ് എന്താ? ജൂള്. ചാർജിന്റെ യൂണിറ്റ് കൂളം. ജൂൾ പെർ കൂളം ആണ് എന്ത് എന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ്. അപ്പൊ നമ്മൾ അതിനെ സിംപിളി നമ്മൾ വിളിക്കും വോൾട്ട്. ജൂൾ പെർ കൂളം ആണ് എന്തെന്ന് പറയുന്നത്? വോൾട്ട് എന്ന് വിളിക്കുന്നത്. നമുക്ക് സിംപിളി നമ്മൾ വിളിക്കുന്നത് വോൾട്ട് ആണ്. ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെയൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. മൂവിംഗ് എ യൂണിറ്റ് പൊട്ടൻഷ്യൽ എനർജിയുടെ കേസസിൽ നമ്മൾ എന്താ പറഞ്ഞത്? മൂവിംഗ് എ ചാർജ് എന്നായിരുന്നു. ആ ഡെഫിനിഷനകത്ത് ഏക ഒരു വ്യത്യാസം കൊണ്ടുവന്നാൽ മതി. മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. നമ്മളിവിടെ യൂണിറ്റ് ടെസ്റ്റ് ചാർജിന്റെ അളവ് നമ്മൾ കൊടുത്തു. എത്രയാണ്? യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് വിത്തൗട്ട് എനി ആക്സലറേഷൻ. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ പ്രത്യേകം ഓർക്കണം. യൂണിറ്റ് ടെസ്റ്റ് 1 യൂണിറ്റ് ഉള്ള യൂണിറ്റ്, അതിന്റെ എമൗണ്ട് 1 യൂണിറ്റ് ആണ്. യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ മൂവ് ചെയ്യിപ്പിച്ച് ഫീൽഡിന്റെ അകത്തോട്ട് കൊണ്ടുവരികയാണെങ്കിൽ വിത്തൗട്ട് എനി ആക്സലറേഷൻ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ 0 ആണ്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും അതിന് ഈക്വൽ ആയിട്ട് കൊടുത്താണ് നമ്മൾ കൊണ്ടുവരുന്നത്. വിത്തൗട്ട് എനി ആക്സലറേഷൻ ഇറ്റ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് വിത്തൗട്ട് എനി ആക്സലറേഷൻ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ മൂവ് ചെയ്യിപ്പിച്ച് നമ്മുടെ ഒരു ഫീൽഡിന്റെ അകത്തുള്ള ഒരു റീജിന്റെ അകത്തോട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. എങ്ങനെ? അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്, വിത്തൗട്ട് എനി ആക്സലറേഷൻ എന്നുള്ള കേസസ്. അപ്പൊ അത് പഠിക്കാം. ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ് വിത്തൗട്ട് എനി ആക്സലറേഷൻ. അതിന്റെ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ആണ് വർക്ക് ഡിവൈഡ് ബൈ ചാർജ് എന്നുള്ളത്. W ഡിവൈഡ് ബൈ Q ആണ്. അത് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് പഠിക്കുക. അതിന്റെ യൂണിറ്റ് ആണ് ജൂൾ പെർ കൂളം. ദാറ്റ് ഈസ് കോൾഡ് വോൾട്ട് എന്ന് പറയാം. ഇറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇനി നമ്മൾ ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് പറഞ്ഞ പോലെ സെയിം കൺസെപ്റ്റ് ആണ്. ഇവിടെ നമുക്ക് എന്ത് മാത്രമേ വ്യത്യാസമുള്ളൂ? പൊട്ടൻഷ്യൽ എനർജിയുടെ ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഇവിടെ ഫീൽഡിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഫീൽഡിൽ ഇരിക്കുന്ന അനദർ പോയിന്റ് ആണ് ബി. ആ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് കൊണ്ടുവരാനായിട്ട് ചാർജിനെ, അതായത് ചാർജിനെ എന്ന് പറയുമ്പോൾ പ്ലസ് ക്യൂ ചാർജ്, യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ കൊണ്ടുവരിക. അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്. യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് എടുക്കുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലോ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് അല്ല, എത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജ് ആണെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത്? പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എങ്കിൽ ഈസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ ഫോർ എ മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ്. അണ്ടർലൈൻ കൊടുക്കണം. യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ഈസ് മൂവിംഗ് എ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് ബിറ്റ്വീൻ ദ രണ്ട് പോയിന്റ്സുകൾക്കിടയിൽ എ എന്ന് പറയുന്ന പോയിന്റിനും ബി എന്ന് പറയുന്ന പോയിന്റിനും ഇടയ്ക്ക് യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കാൻ എടുക്കുന്ന വർക്ക് ഡൺ ആണ് എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇത് രണ്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന. രണ്ടും എന്റെ യൂണിറ്റും ദാറ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ബോത്ത് ആർ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയാലും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയാലും എന്താണ്? ഇസ് എ പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ കീപ്പപ്പ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്
പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0. ഇൻഫിനിറ്റിയിൽ ഫീൽഡ് ഇല്ല. നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റിക്കകത്ത് അത് ബോക്സിന്റെ അകത്ത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ടുള്ള പല കൺസെപ്റ്റിന്റെ അകത്ത് ഇത് എടുക്കുന്നുണ്ട്. ഇൻഫിനിറ്റിയുടെ കേസസ് നമുക്ക് ഇവിടെ ഇൻഫിനിറ്റിയിൽ നമുക്ക് ഫീൽഡ് ഇല്ല. ഈ ഫീൽഡ് ഇല്ലാത്ത റീജിയനിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി എന്ന് പറയുന്നത് ഇവിടെ ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ വി ഇസ് ഇക്വൽ ടു ഇൻഫിനിറ്റി. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0 ആണെന്ന് ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0. അപ്പൊ ഇതാണ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മളൊരു വോൾട്ടിനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേംസിൽ പൊട്ടൻഷ്യലിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഡെറിവേഷനും കൂടെ ഉണ്ട്. അപ്പൊ അത് അടുത്ത് നമ്മൾ കാണുന്നു. സോ അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ പറയാനുള്ളത് യൂണിറ്റ് ടെസ്റ്റ് ചാർജിനെയാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലും മാഗ്നിറ്റ്യൂഡോ യൂണിറ്റ് അല്ല ഏതെങ്കിലും ഒരു ചാർജിനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് വരും. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്ന് പറയുമ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ചാർജ് എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുകയാണ് എങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും യൂണിറ്റ് ടെസ്റ്റ് ചാർജ് അല്ല മാഗ്നിറ്റ്യൂഡ് ഏതുമുള്ള ഒരു ചാർജ് ആണ് എങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസും വരും. പൊട്ടൻഷ്യൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഓർത്തിരിക്കുക. വി ഇസ് ഈക്വൽ ടു ഡബ്ല്യൂ ഡിവൈഡ് ബൈ ക്യൂ ആണ്. സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. യൂണിറ്റ് വോൾട്ട് ആണ്. പിന്നെ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് ഇൻഫിനിറ്റിയില് ഇൻഫിനിറ്റിയില് പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു 0 ആണെന്ന് ഓർത്തിരിക്കുക. സോ നമുക്ക് അടുത്ത നമ്മുടെ ഡെറിവേഷൻ പാർട്ടിലോട്ടും പൊട്ടൻഷ്യലും ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാം.